അങ്ങനെ നമ്മുടെ ഹർഷയുടെ അച്ഛൻ വന്നിട്ട് രവി ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. എന്നിട്ട് ആരും കാണാതെ പുറത്തേക്ക് കൊണ്ടുപോയിട്ടേ പറയും, നമുക്കേ ഒന്ന് കൂടണം, എനിക്ക് ആലപ്പുഴയിൽ ഹൗസ് ബോട്ടൊക്കെ ഉണ്ടല്ലോ, നമുക്ക് അവിടെ ചുറ്റിക്കറങ്ങി വരാന്നൊക്കെ പറയുമ്പോഴേക്കും ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ സച്ചി അങ്ങ് പുറത്തേക്ക് വരിക. സച്ചി പറയും, എൻ്റെ അച്ഛനെ കുടിപ്പിച്ച് കായലിൽ മുക്കിക്കൊള്ളാനാണോ ആലപ്പുഴയിലേക്ക് പോകുന്നതെന്ന്. അന്നേരം വർഷയുടെ അച്ഛൻ പറയും, എന്താ മോനെ, ഞാൻ അങ്ങനെ മനസാക്ഷി ഇല്ലാത്തവനാണോ, ക്രൂരനാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അധികം നിന്ന് സംസാരിക്കാതെ ഇറങ്ങി പോവാൻ നോക്കടോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രവിയെയും കൂട്ടിയിട്ട് സച്ചി അങ്ങ് അകത്തേക്ക് പോവും. ഇയാൾക്കാണെങ്കിൽ ദേഷ്യം പിടിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഭാമ ചന്ദ്രോദയത്തിൽ വന്നിട്ടേ ലഡു കൊടുക്കുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും. എന്നിട്ട് ശ്രുതിയോട് പറയും, അതേ ഒരു സന്തോഷ വാർത്ത ഉണ്ട്, നമ്മുടെ ശ്രുതി പ്രഗ്നൻ്റ് ആണെന്ന്. അത് കേട്ട ഷോക്കാണ് നമ്മുടെ ശ്രുതിക്ക്. അപ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, നീ എന്ത് ഭ്രാന്താ പറയുന്നതെന്ന്. അതേ ചന്ദ്രേ, ശ്രുതി പ്രഗ്നൻ്റ് ആണ് എന്നങ്ങ് പറഞ്ഞതും നമ്മുടെ ശ്രുതിക്ക് പിന്നെ അവിടെ നിൽക്കാനേ പറ്റുന്നില്ല. ശ്രുതിയെ കാണാൻ പോകണം, അമ്മ വരുന്നില്ലെങ്കിൽ ഞാൻ പോയിക്കോളാന്ന് പറയുമ്പോൾ നമ്മുടെ ചന്ദ്ര പറയുന്നുണ്ട്, നീ നിന്റെ പെണ്ണിനെ കാണാൻ ചെന്നാൽ